ഇത് ചീരച്ചേമ്പ് എന്നുള്ളത്. ചേമ്പ് സാധാരണ കടക്കിലുണ്ടാകുന്ന കിഴങ്ങെടുത്തിട്ട് ചേമ്പിൻ്റെ വിത്ത് കിഴങ്ങെടുത്തിട്ട് അത് കറി വെച്ച് കാളം വെച്ചും കറി വെച്ചൊക്കെ കൂട്ടുക എന്നുള്ളതാണ് സാധാരണ ഇതിന്. ഈ ചേമ്പിന് അങ്ങനെ കടക്കിൽ കിഴങ്ങെന്ന് പറയുന്ന സാധനം ഇല്ല, ഒരു കിഴങ്ങുമില്ല. അപ്പോൾ അത് എന്തെങ്കിലും ഉപയോഗിക്കണ്ടേ? അത് ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടും ചീരയായിട്ട് ചീര എങ്ങനെ ഉപയോഗിക്കുന്നു അതേമാതിരി നമുക്ക് ഈ ചേമ്പിൻ്റെ ഈ നല്ല പച്ചയില എടുത്തിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാം. അതേമാതിരി തണ്ടും വരും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് സെപ്പറേറ്റ് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇളം മധുരമുണ്ട്. ഒരു പ്രാവശ്യം കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വരുന്നവർക്കായിരിക്കും നിങ്ങൾ കൊടുക്കില്ല, നിങ്ങൾ തന്നെ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഇതിൻ്റെ ചീരച്ചേമ്പിൻ്റെ തണ്ട്. അപ്പം ഇതിന് എങ്ങനെയാണ് ഈ ചീരച്ചേമ്പ് അറിയാമെന്നറിയുന്നതിൽ കട പറിച്ചു കഴിഞ്ഞാൽ കടക്കിൽ ഒരു കിഴങ്ങും ഉണ്ടാവില്ല, കിഴങ്ങില്ലാത്ത വർഗത്തിലാണ്. പിന്നെ വേറെ എളുപ്പം അറിയാനുള്ള ഒരു പണിയുണ്ട്. ഇതാണ് അത് എളുപ്പം അറിയാനുള്ളൊരു പണി. ഈ ചീരച്ചേമ്പിൻ്റെ അടിയിലെ ഡിസൈൻ കണ്ടോ? ഇലയുടെ അടിയിലെ ഡിസൈൻ കണ്ടോ? ഇത് ഒരു മുഴ പോലെ കാണുന്നില്ലേ? ഇതാണ് ഈ ചീരച്ചേമ്പിനുള്ള പ്രത്യേകത. നല്ല മൂത്ത ഇലയിലൊക്കെ അടിയിൽ ഇതേമാതിരി അടയാളം വരും. മൂത്ത ഇലയിൽ ഇതിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇത് ഇല അരിഞ്ഞ് സെപ്പറേറ്റായിട്ട് തോരൻ വെച്ചിട്ട് കഴിക്കാം. സാധാരണ ചേമ്പുകളിലൊന്നും ഇല കഴിക്കാറില്ല, തണ്ട് മാത്രമേ. കർക്കിടക മാസത്തിലാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കർക്കിടക മാസത്തിലെ ഇലക്കറികളിൽ ഇലക്കറികൾ ഉപയോഗിക്കുന്നതിൽ ചേമ്പിൻ്റെ താള് ഉപയോഗിക്കും. അത് താളും കഞ്ഞി എന്നാണ് പറയുക. താളിൻ്റെ കൊണ്ടുകൊണ്ട് പുഴുക്ക് മാതിരിയ ഇത് വെച്ചിട്ട് കഞ്ഞിയും കൂടെ ചേർത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിക്കാം. ഇതിൻ്റെ തണ്ട്, വലിയ തണ്ട്, നീളമുള്ള തണ്ട് എടുത്തിട്ട് നമുക്ക് ഇതേമാതിരിയുള്ള തണ്ടുകൾ അരിഞ്ഞ് സെപ്പറേറ്റായിട്ട് കറി വെച്ച് കൂട്ടിയാൽ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ആളുകൾക്ക് ഓൺലൈനായിട്ട് ചെറിയത് ഉണ്ടാവുന്നതനുസരിച്ച് ഞാൻ ആളുകൾക്ക് അയച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലൊരു വലിയ ചട്ടിയിൽ ഇത് വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ കടയ്ക്കുന്ന പുതിയ പുതിയ തൈകളും ഉണ്ടാവും. അത് കറി വയ്ക്കാനും കറിക്ക് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കിഴങ്ങില്ലാത്ത വർഗത്തിൽപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ടാണ് ചീരച്ചേമ്പ് എന്നുള്ള പേര് തന്നെ വന്നത്, കിഴങ്ങെന്നുള്ളത്. ഇതിൻ്റെ തന്നെ വയലറ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിലില്ല. ആ വയലറ്റ് കളറിലും ഇതേമാതിരി ചീരച്ചേമ്പുണ്ട്. ടേസ്റ്റ് ഉണ്ട്, വയലറ്റും ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ചീരച്ചേമ്പിനൊക്കെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ നട്ട് വളർത്തുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറയുന്ന വീഡിയോകളെല്ലാം വളരെ ചെറുതായിരിക്കും. ഒരുപാട് ആവശ്യമുള്ളതും ഇല്ലാത്തതൊന്നും വലിച്ചു കയറ്റാറുമില്ല. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.